നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മൾ രണ്ടാം കൂടി ലൊക്കേഷൻ എത്തി. നമ്മളെന്തായാലും മണ്ഡപത്തിൽ പോട്ടെ. നമ്മളെ ഫ്രണ്ടിനെ കാണാൻ ആദ്യം. മണ്ഡപമല്ല, ഓഡിറ്റോറിയം എല്ലാം മാറി മാറി പോവാണ് പറയണതൊക്കെ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വന്നിരിക്കുന്നത് പോങ്ങനാട് SS ഓഡിറ്റോറിയം നിശ്ചിത ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഗൈസ് ഇവരുണ്ടാകും കൂടെ നമ്മുടെ ചങ്ക് ഫ്രണ്ട്സാണ്. അപ്പൊ ഇവന്റെ പെങ്ങളുടെ കല്യാണമാണ് ഷാഹിന്റെ. നമുക്കെന്തായാലും പോയി പെണ്ണെ കാണാം. അപ്പൊ ഗൈസ് ഇത് ബാദുഷിന്റെ വൈഫും ബാദുഷിന്റെ കൊച്ചാണ്. തേങ്ങ കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ് ഇതാണ് കല്യാണ പെണ്ണ്. തേങ്ങ കല്യാണ പെണ്ണ ജസ്റ്റ് റീലൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറി ഗൈസ്. അപ്പൊ ഗൈസ് നിശ്ചിത വിളമ്പിരിപ്പുണ്ട്. ചോറ് വരാണ്ട് ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. പക്ഷെ എങ്കിലും ഭക്ഷണം കഴിക്കാൻ സീറ്റ് കിട്ടി. നിശ്ചയം അങ്ങനെ ഫുഡ് കഴിച്ചു തുടങ്ങി. ചോറൊക്കെ വന്നു. ബീഫ് ബിരിയാണി, അടിപൊളി ബീഫ് ബിരിയാണിയാണ്. ഞാനും കഴിച്ചു തുടങ്ങി. പക്ഷെ ഫുഡ് അങ്ങനെ അടിപൊളിയല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടാം. ഒരു വെറൈറ്റി ബീഫ് ബിരിയാണി. അങ്ങനെ ഫൈനലി ആദ്യം ഫുഡ് കഴിച്ചു തുടങ്ങി. ആ ബീഫ് ബിരിയാണിയും അതുപോലെ മഞ്ഞച്ചാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാരങ്ങ അച്ചാറ് മഞ്ഞ കളറിൽ ഇരിക്കുന്നത് കാണാൻ. അപ്പൊ അതാണ്. അങ്ങനെയുണ്ട് അത് പൊളിയല്ലേ? അപ്പൊ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ കേസ്. ഇനി അടുത്ത് പന്തിക്കാരൊക്കെ ഉള്ളതാണ്. അപ്പൊ എന്തായാലും എല്ലാരും കഴിക്കുന്നുണ്ട്. എന്തായാലും കഴിക്കട്ടെ. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോകുന്ന കേസ്. ഞാനും കഴിച്ചോണ്ടിരിക്കണം. അങ്ങനെ ഈ ചൂടത്ത് ഐസ്ക്രീം കഴിക്കാൻ നല്ല സുഖമുണ്ട്. ആദ്യം കഴിക്കുന്നത് ആരും നക്കി തിന്നാണ്. നക്കിയേ കട കഴിച്ചതിന്റെ അപ്പനെ വിളിച്ചു. ഇവനെപ്പോഴും അങ്ങനെ തന്നെ പട്ടി തെന്നി നാറിച്ചിട്ട് അലവലാതി. ഇത്ര ഇങ്ങനെയൊക്കെ പറഞ്ഞു എനിക്ക് സമാധാനമില്ല കേസ്. അപ്പോൾ കേസ് നമ്മൾ കല്യാണമൊക്കെ കൂടി ഭക്ഷണം കഴിച്ച് നമ്മൾ തിരിക്കുകയാണ്. നമുക്കിനി വർക്കലയിൽ പോകണം. വർക്കലയ്ക്കുള്ള ബസ്സുകളൊന്നും കിട്ടുന്ന പറഞ്ഞത് ഇന്ന് ഞായറാഴ്ച കൊണ്ട് ബസ്സൊക്കെ വളരെ കുറവാണ്. നമുക്ക് എന്നാലും കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം ബസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ കേസ് നമ്മൾ തിരിച്ചു കൊണ്ട് ബസ് കയറി. നല്ല ഫുഡായിരുന്നില്ലേ? ഓരോ വർഷവും ശേഷം നമ്മൾ ബീഫ് ബിരിയാണി, കല്യാണം ബീഫ് ബിരിയാണി കഴിക്കുന്നത്. നല്ല തേങ്ങ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു.